എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ കുറച്ച് വീട്ടുവിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയും പതിവ് പോലെ തന്നെ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നവരെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. അപ്പോൾ നമ്മൾ തലേദിവസം വൈകിട്ടത്തെ കടല ഇട്ടിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ കടലക്കറി വെക്കാൻ വേണ്ടിയിട്ട്. കടലയും അതുപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള 2 സവോള എടുത്തിട്ടുണ്ട്. എന്നിട്ട് കടലയും ഈ സവോളയും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ മാത്രം ഇട്ട് വേവിക്കാൻ വെക്കും കേട്ടോ. പിന്നെ കുറച്ച് ഇഡലി ഉണ്ടാക്കണമായിരുന്നു. ഞങ്ങൾക്ക് പുട്ടാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ അമ്മ അരി ഇങ്ങനെ പൊടിച്ചെടുത്തെന്ന്. അപ്പോൾ ആ പൊടി കൊണ്ട് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇവർക്ക് വിച്ചൂടനും ദേവൂട്ടനും ഇഡലി മതി എന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ച് ഇഡലി ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ. ഒരു 4-5 എണ്ണം അത്ര ഇഡലിയേ ഉണ്ടാക്കിയിട്ടുള്ളൂ. കടലയൊക്കെ അവിടെ വെന്തുകൊണ്ടിരിപ്പുണ്ട്. അന്നേരത്തേന് നമുക്ക് തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് പെരുംജീരകം ഇത്രയും കൂടെ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. വേവിക്കുന്നതിനകത്ത് നമ്മൾ സവോള മാത്രമല്ലേ ഇട്ടുള്ളൂ. ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. വെള്ളം ഒട്ടും ചേർക്കുന്നില്ല. തക്കാളിയുടെ ആ നനവ് കൊണ്ട് മാത്രം നന്നായിട്ട് അരച്ചെടുത്ത്. അപ്പോൾ നമ്മുടെ ഇഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ മുട്ട പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ട്. മുട്ട ഇവിടെ മസ്റ്റാന്നുള്ളത് ഇപ്പോൾ എല്ലാ വീഡിയോയും കാണുന്നവർക്ക് മനസ്സിലാകുമായിരിക്കും. നമുക്ക് കടലക്കറി ചേർക്കാം. കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് വെന്തിരിക്കുന്ന കടല ഇട്ടിട്ടാണ് പൊടി ഇടുന്നത്, പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മീറ്റ് മസാല, ഇത്രയും സാധനമാണ്. അതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്, ഒന്ന് മൂപ്പിക്കുന്നുണ്ട്. അത് ഇങ്ങനെ ആ ഒരു പരിവാകുന്നിടം വരെ നന്നായിട്ട് ഇങ്ങനെ ഒരു വെള്ളമയൊക്കെ പോകുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇനി നമുക്ക് വെന്തിരിക്കുന്ന കടലയും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ചാറ് വേണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. പഞ്ചസാരയും കൂടി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പഞ്ചസാര ഇട്ട് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. വിച്ചൂട്ടനും ദേവൂട്ടനൊക്കെ സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടോ. ദേവൂട്ടൻ ഇന്ന് സെലിബ്രേഷനാണ്, വൈറ്റൊക്കെ ഇട്ടുകൊണ്ട് പോകണം. വിച്ചൂട്ടൻ ഇന്ന് ഡാൻസ് പ്രാക്ടീസാണ് കേട്ടോ. നാളെ അവരുടെ പ്രോഗ്രാം ഉണ്ട് കേട്ടോ. അത് നമുക്ക് വരുന്ന വീഡിയോയിലൊക്കെ കാണാവേ. അപ്പോൾ ദേവൂട്ടൻ ഉച്ചയാകുമ്പോൾ വരും. അപ്പോൾ അവന് ക്യാരറ്റ് തോരൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് പിള്ളേരെയൊക്കെ വിട്ടിട്ട് ഒരു ക്യാരറ്റ് തോരനോട് ഉണ്ടാക്കുവാണ്. ഇതാണ് കേട്ടോ പുട്ട്, അമ്മ പൊടിച്ചെന്ന് പറഞ്ഞില്ലേ, അത് ആ പുട്ട്. പിന്നെ അമ്മ ചീരച്ചേമ്പിൻ്റെ ഇലയും തണ്ടുമൊക്കെ എടുത്തിട്ടുണ്ട് തോരൻ വെക്കാൻ വേണ്ടിയിട്ട്. വിച്ചൂട്ടനും ദേവൂട്ടനും ഡാൻസിനുണ്ട് കേട്ടോ, 2 പേരും ഡാൻസിനുണ്ട്. അപ്പോൾ അവരുടെ പ്രോഗ്രാം വെള്ളിയാഴ്ചയാണ്. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ വീഡിയോസൊക്കെ കാണാം. അമ്മ അങ്ങനെ ചീരച്ചേമ്പ് തോരൻ വെച്ചുകൊണ്ടിരിക്കുവാണ്. ക്യാരറ്റ് തോരനും ഉണ്ട്, ചീരച്ചേമ്പ് തോരനും ഉണ്ട്. പിന്നെ ഞാനൊന്ന് വെളിയിലേക്കൊന്ന് ഇറങ്ങിയതായിട്ട് നമ്മുടെ വെള്ളക്കൊന്നയിൽ പൂവൊക്കെ 1-2 എണ്ണമൊക്കെ മുട്ട് വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ സെറ്റ് ചെയ്തതെല്ലാം കുഴപ്പമില്ലാണ്ട് തന്നെ എല്ലാം നിൽപ്പുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസമായിരുന്നു ഒന്ന് ക്ലീൻ ചെയ്തത്. പുല്ലൊക്കെ വന്നതെല്ലാം ഒന്ന് പറിച്ച് കളഞ്ഞ് ഒന്നുകൂടെ നീറ്റാക്കിയത് കഴിഞ്ഞ ദിവസമായിരുന്നു. അപ്പം എല്ലാം തന്നെ വലിയ പ്രശ്നം ഇല്ലാണ്ടാണ് കിടക്കുന്നത്. ഈ ഒരു റോസ് നമ്മൾ മറ്റേ ആ വലിയ റോസയെന്ന് പറഞ്ഞാൽ വേറൊരു കമ്പ് കൊണ്ട് വെച്ചതാണ്. അതിലിപ്പോൾ ഒരു മുട്ടിട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിൽക്കുന്ന റോസയുടെ ഒരു കമ്പ് വെച്ചതാണ്. പിന്നെ ഈ ഒരു ഭാഗം ഇനി ആ വാടാമല്ലി നിൽക്കുന്നതുകൊണ്ട് നമുക്കവിടെ ഒന്നും ചെയ്യാനും പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അവിടെ ഇനിയൊന്ന് വൃത്തിയാക്കണം. അമ്മ അവിടെ മീൻ വെട്ടിക്കൊണ്ടിരിക്കുക, അയല കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കാക്കയും പൂച്ചയും സകലമാന ആൾക്കാരും ചുറ്റിനും കയറി ഇരിപ്പുണ്ട്. അമ്മ അവിടെ മീൻകറി വെച്ചുകൊണ്ടിരിക്കുന്നു. അമ്മ കറി വെക്കുന്ന സമയത്ത് ഞാൻ പിന്നെ പാത്രം ഉണ്ടായിരുന്നു എല്ലാം കഴുകി കേട്ടോ. പാത്രം ഉണ്ടായിരുന്നതൊക്കെ കഴുകി അടുക്കള എല്ലാം ഒന്ന് തുടച്ച് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകണമായിരുന്നു, അതുമൊക്കെ ചെയ്തു. പിന്നെ ഫ്രിഡ്ജിനകം ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു കേട്ടോ, അതുമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. 12 മണിയൊക്കെ ആകുമ്പോൾ ദേവൂട്ടൻ്റെ പരിപാടിയൊക്കെ കഴിയും. അങ്ങനെ ദേവൂട്ടനും വരും. പിന്നെ ഞാനും ദേവൂട്ടനും കൂടെ വൈകുന്നേരം പോയി വിച്ചൂട്ടനെ കൂട്ടിയിട്ട് വരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.